മുരളി ഗോപി തിരക്കഥ എഴുതി പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായിട്ട് ഇറങ്ങിയ ചിത്രം ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് തിയേറ്റർ വാച്ച് മൂവി. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ പറയേണ്ടി വരും. ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. എന്തായാലും ഈ ഒരു പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടേ പറ്റൂ. ഒരിക്കലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കണ്ടാലോ ടി വിയിൽ കണ്ടാലോ ഒന്നും നിങ്ങൾക്ക് ഇത് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു പടമാണ് ഇത്. ഒരു ലാർജ് സ്കെയിലിൽ എടുത്തൊരു പടമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ ഒറ്റ ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ കാര്യം, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ക്യാമറ വർക്കാണ്. ഗംഭീരമാണ്. ലോകോത്തര നിലവാരമുള്ള ഗംഭീര വർക്ക്. സുജിത് വാസുദേവൻ്റെ വർക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചേർന്ന് പോകുന്ന രീതിയിലുള്ള BGM, ഭയങ്കര സംഭവം BGM അല്ല, ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു BGM പോലും പടത്തിലില്ല. പക്ഷേ പടത്തിലേക്ക് നല്ല രീതിയിൽ ജെല്ലാവുന്ന, മെൽറ്റായി പോകുന്ന രീതിയിലുള്ള BGM. ഭയങ്കര സംഭവം അല്ല എന്നുള്ള വീണ്ടും വീണ്ടും പറയുന്നു. ഒരിക്കലും മാർക്കോ പോലുള്ള ഒരു BGM ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നില്ല. ഈ പടത്തിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള, ജെല്ലായി പോകുന്ന രീതിയിലുള്ള ഒരു BGM. അതും ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ആദ്യത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ആണ്. കാരണം അത് നമ്മളെ ഈ നാട്ടിലൊന്നും, നമ്മളെ ഈ മലയാള സിനിമയിലൊന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. ഗുജറാത്ത് കലാപം കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. ആ സമയത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ദൈർഘ്യം പടത്തിൽ എടുത്തു വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ലാർജ് സ്കെയിലാണ്. നല്ല രസത്തിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് പല രാജ്യങ്ങളിലുള്ള ഈ ഖുറൈഷി അബ്രഹാമിൻ്റെ ആക്ടിവിറ്റീസ്, കാര്യങ്ങൾ. ഖുറൈഷി അബ്രഹാം ആസച്ച് മോഹൻലാലിൻ്റെ ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കാണിക്കുന്നത് പടത്തിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അതുവരെ അവിടെ ഇവിടെയൊക്കെ ഊഹാഭോഗങ്ങൾ മാത്രമുള്ളൂ. എവിടെ പോയി സ്റ്റീഫൻ നെടുമ്പള്ളി, എവിടെ പോയി ഖുറൈഷി അബ്രഹാം എന്നുള്ള ഇതിൽ പല പല ഊഹാഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് കഥ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വികസിക്കുന്നു. ഇവിടെ കേരള പൊളിറ്റിക്സ് കാണിക്കുന്നു. കേരളത്തിലേക്ക് ഈ ഒരു എന്താ പറയുക, സോ കോൾഡ് BJPയുടെ ഇൻവോൾവ്മെൻറ്റ് അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണിക്കുന്നു. ഇപ്പോഴത്തെ കറണ്ട് രാഷ്ട്രീയ സ്ഥിതികൾ, കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതിൽ ഏതൊക്കെ ആൾക്കാർ കൂറുമാറും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ കേരളത്തെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന്, ഒരു കലുഷിതമായ പ്രശ്നം സംഭവിക്കാൻ പോകുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, നമ്മളുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, പുള്ളിക്കാരൻ നമ്മളെ ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഖുറൈഷി അബ്രഹാമൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം ഫൈനലി മനസ്സിലാവും ചെയ്യുന്നുണ്ട് ഗോവർദ്ധനെ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട്, ഇവിടുത്തെ സ്ഥിതികൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഇവിടെ വന്നിട്ട് രക്ഷിക്കാൻ നോക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ ബേസിക് കഥ. അപ്പോൾ അതിൽ തന്നെ പല പല കാര്യങ്ങൾ, മിത്തുകളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറേ ഹിസ്റ്ററികളെ കുറേ വളച്ചൊടിച്ച് വെച്ചിട്ടുണ്ട്, സിനിമാറ്റിക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തായാലും സിനിമ എന്ന രീതിയിലുള്ള ഒരു ആസ്വാദന മേഖല എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ ടച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം. ചരിത്രത്തെ കാര്യത്തെക്കുറിച്ച് ഒന്നും ഞാൻ പറയണില്ല. ഈ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ലാർജ് സ്കെയിലാണ്. നമ്മൾ ഒരു ഇംഗ്ലീഷ് പടത്തോടൊക്കെ ഉപമിക്കാൻ തക്ക രീതിയിലുള്ള ഒരുപാട് എലമെൻറ്റുകൾ ഇതിനുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ആ പടത്തിലെ ഒരു 20-30 മിനിറ്റോളം ദൈർഘ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവലിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതിലൊരു ഹെലികോപ്റ്റർ സീനിൽ വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിനകത്ത് ഉള്ള ഗൺ ഫയേഴ്സ് ആയിക്കോട്ടെ, മിസൈലുകൾ വിടുന്നതായിക്കോട്ടെ, അതൊക്കെ നല്ല രസത്തിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ക്യാമറാമാന് കഴിഞ്ഞിട്ടുണ്ട്. VFX ഒന്നും ഇല്ല, ഒക്കെ നല്ല ഒറിജിനൽ വാക്കുകൾ തന്നെയാണ് ചെയ്തു വെച്ചിട്ട്. പൊട്ടിക്കുക തന്നെയാണ് ഓരോ സാധനങ്ങൾ, ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇനി VFX ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്ക് തോന്നാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് എടുത്തു വെക്കാനായിട്ട് ക്യാമറാമാന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ പ്രശംസിച്ചേ പറ്റും. നല്ല ആർട്ട് വർക്കാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമാണ്. പിന്നെ പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പാട്ടുകളുണ്ട്. അങ്ങനെ ഭയങ്കര രസത്തിൽ കേട്ടുകൊണ്ടിരിക്കാനോ ഓർത്തിരിക്കാനോ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടും അല്ല. പിന്നെ ഇതിനകത്ത് തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ലൂസിഫറിയുടെ കടവുള എന്നുള്ള ആ ഒരു പാട്ടുണ്ട്, കടവുള പോലെ എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് ഇതിനകത്ത് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോയിൽ. അത് വലിയ ഒരു രസകരമായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു ഫൈറ്റ് സീനും അതേപോലെ റീക്രിയേറ്റ് ചെയ്ത മാതിരി തോന്നി. അതും ഒരു ഭയങ്കര ലെങ്തി ഫൈറ്റ് സീനായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാർവലസ് എക്സലൻ്റ് എന്നുള്ള രീതിയിൽ ഫൈറ്റ് സീനായിട്ടൊന്നും തോന്നിയില്ല.
പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു പോസിറ്റീവ് സൈഡും പറയാം, നെഗറ്റീവ് സൈഡും പെടാം. പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റ് മുണ്ടിട്ട് വരുന്ന ആ ഒരു സമയത്തുള്ള ഒരു അപ്പിയറൻസ് ഓറ, പിന്നെ അതേപോലെ വൈറ്റ് മുണ്ട് വൈറ്റ് ഷർട്ട് ഇട്ട് ഒരു പാസ്റ്റ് കാണിക്കുന്ന സമയത്തുള്ള ഒരു ലാലേട്ടൻ്റെ ഒരു ഓറ, അതൊക്കെ ഗംഭീരമാണ്. നല്ല രസത്തിൽ തന്നെ അത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. പക്ഷേ ലാലേട്ടന് ഈ കോട്ട് സൂട്ട് ഇട്ട് വരുന്നത് നമുക്ക് എന്തോ ഒരു കോമഡി ആയിട്ട് ഒരു കോമാളി പീസായിട്ടൊക്കെ തോന്നും. ഒരിക്കലും ആ ഒരു മാസ് ഫീലും നമുക്ക് തോന്നൂല, തീരെ തോന്നൂല. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് സാഗർ ഇലിയാസ് ജാക്കിയിലും ലാലേട്ടനെ കണ്ട ഒരു ഫീല് പോലെ എനിക്ക് തോന്നി. ഒരു ഉണങ്ങിയ സാഗർ ഇലിയാസ് ജാക്കി പോലെയാണ് ഇതിനകത്തുള്ള ലാലേട്ടൻ്റെ കോട്ടും സൂട്ടും ഇട്ട രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ മഞ്ജു വാര്യരുടെ ഒരു 10 മിനിറ്റ് കസർത്താണ്. അത് ഗംഭീരമാണ്. അവർ വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അവർ ആ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, അതിൽ ഓരോരോ സിറ്റുവേഷൻ ആണെങ്കിലും ശരി, അതിന് ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ശരി, അവരുടെ ട്രാൻസ്ഫോർമേഷൻ സീൻസ് ആണെങ്കിലും ശരി, അവരുടെ മേക്ക് ഓവർ ആണെങ്കിലും ശരി, ഗംഭീരമാണ്. നല്ല രസത്തിൽ തന്നെ മഞ്ജു വാര്യനെ കൊണ്ട് ചെയ്തു വെക്കാനായിട്ട് കഴിയും ചെയ്തിട്ടുണ്ട്. പടം ഇങ്ങനെയൊക്കെ പോകുന്നു. പടത്തിനകത്തുള്ള ആ ഒരു ഗുജറാത്ത് കലാപത്തിലുള്ള ആളൊക്കെ ലാസ്റ്റ് റിവെഞ്ച് എടുക്കുന്നതൊക്കെയാണ് പടത്തിൻ്റെ ഒരു ഫൈനൽ ക്ലൈമാക്സ് സീനിൽ കാണുന്ന സംഭവങ്ങൾ. പക്ഷേ ആ ഒരു ക്ലൈമാക്സ് സീനിൽ പറ്റിയ ഒരു അപാകത എന്താണെന്ന് തോന്നി കഴിഞ്ഞാൽ, പൃഥ്വിരാജ് ഫൈറ്റ് ചെയ്യുന്നു, മോഹൻലാൽ പൃഥ്വിരാജിൻ്റെ ഒരു ഗുണ്ടയായിട്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കണ കാര്യമാണ് നമുക്ക് തോന്നിയത്. മോഹൻലാലിന് വേണ്ടത്ര രീതിയിൽ ഒരു സ്ക്രീൻ പ്രസൻസ് ക്ലൈമാക്സ് ഫൈറ്റിലൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ശരിക്കും തോന്നുന്നുള്ളതാണ് ഇതിനകത്തുള്ള വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് പൊതുവേ ഈ പടത്തിനകത്തുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ, ലാലേട്ടനായിട്ട് ഒരു 8-10 സീനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ലാലേട്ടൻ ഇതിനകത്തുള്ളൂ. അപ്പോൾ അത് ഒരു ലാലേട്ടൻ മൂവി, ലാലേട്ടൻ കംബാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പടമാണ് ഇത് കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അതിലൊരു സംശയമില്ല, ശരിക്കും നിരാശരാകും. നമുക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കിട്ടാൻ പോണില്ല. പക്ഷെ ലാലേട്ടൻ്റെ ഒരു സ്വാഗ് ഓറ ഇതൊക്കെ നമ്മൾ ആ മുണ്ടെടുത്ത കുറേ സീനുകളൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ശരിക്കും നല്ല രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും കൺവേ ചെയ്യാനും പറ്റും. പൊതുവേ ലാലേട്ടൻ്റെ ആ ഒരു പിന്നെ കോട്ട് സൂട്ട് സീനുകളൊന്നും ഈ പടത്തിനായിട്ട് അതിൽ സ്യൂട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് വേണ്ടത്ര രീതിയിലുള്ള ഒരു മാസ് അപ്പീൽ അദ്ദേഹത്തിന്, ഒരു ഓറ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നു. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ പടം അവസാനിപ്പിക്കുന്നത് ഇതോടൊന്നും തീരുന്നില്ല. അതിന് മെയിൻ വില്ലൻ വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാങ്ങിലെ 2-3 ആൾക്കാരെ പേര് തട്ടിയത് കൊണ്ട് തന്നെ അതിന് റിവെഞ്ച് എടുക്കാനായിട്ട് പോവുകയാണ്. അതിൽ ഓരോരുത്തരെ മോഹൻലാലിൻ്റെ സൈഡിലുള്ള ആൾക്കാരെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ട് ഇതിന് തേർഡ് പാർട്ട് ഡെഫിനറ്റ്ലി വരും എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിട്ട് ഒരു ലാർജ് സ്കെയിലായിരിക്കും, ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു ഹ്യൂജ് സ്കെയിലായിരിക്കും ഈ പടം തേർഡ് പാർട്ട് ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ഹിൻഡ് തന്നിട്ടാണ് ഈ പടം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, ഈ പടം ഒരു തിയേറ്റർ വാച്ച് മൂവിയാണ്. പക്ഷേ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയൊന്നുമല്ല. നിങ്ങളൊരു കട്ട ലാലേട്ടൻ ഫാനാണ്, ലാലേട്ടൻ്റെ കുറേ പെർഫോമൻസുകൾ നിങ്ങൾക്ക് കാണണം, പിന്നെ ഭയങ്കര ഹ്യൂജ് മേക്കിംഗ് കാണണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ കുറേ കാര്യങ്ങളും ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ വിചാരിക്കുകയാണ്. കുറേ സെറ്റപ്പുകൾ കാണണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണാം എന്നുള്ള രീതിയിൽ തോന്നുന്ന ഒരു എബോ ആവറേജ് മൂവി, ഒരു 7 ഔട്ട് ഓഫ് 10 സ്കോർ കൊടുക്കാം. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ഒന്നും അല്ല എമ്പുരാൻ.